ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ സൂരത് നായർ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് അനല. യെസ് സർ, ഇപ്പോൾ നമ്മൾ വീണ്ടും താരിഫ് എന്നൊരു ഒറ്റ വേർഡിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. പ്രേക്ഷകർ തന്നെ വിചാരിക്കും മറ്റു ടോപ്പിക്സ് ഒന്നും ഇല്ലേ എന്ന്. പക്ഷേ പറയുന്നത് പോലെ തന്നെ സർ പലതവണ സൂചിപ്പിച്ചു, താരിഫ് ഒരു റിയാലിറ്റിയാണ്. അത് തന്നെയാണ് ആഗോള വിപണികളെയും ആഭ്യന്തര വിപണികളെയും ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ഇന്നിപ്പോൾ രാത്രി ഒരു 3 മണി, ഇന്നത്തെ ഇന്ത്യൻ സമയം വെളുപ്പിന് 3 മണിയോടുകൂടിയായിരിക്കും ട്രംപിൻ്റെ പുതിയ താരിഫ് പ്രഖ്യാപനങ്ങൾ വരിക. ലിബറേഷൻ ഡേ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ആഗോള വിപണികൾ എമ്പാടും, പ്രത്യേകിച്ചും മറ്റ് രാജ്യങ്ങൾ എമ്പാടും ഒരു വലിയൊരു ആശങ്കയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റിട്ടാലിയേറ്റ് താരിഫ് ഉണ്ടാകുമോ? ഇന്നലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിലവിൽ ഈ ഒരു താരിഫിൻ്റെ ഒരു യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളല്ല, പക്ഷേ ഞങ്ങളുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കൂടി വ്യക്തമാണ്. ഒരു വ്യാപാര യുദ്ധത്തിലേക്കാണോ ഇന്ത്യൻ ലോക സമ്പദ് വ്യവസ്ഥ പോകുന്നത്? ഗുഡ് മോർണിംഗ് അനില. അനില പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് മാർക്കറ്റിൽ നമുക്ക് സംസാരിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ GST ഫിഗേഴ്സ് വന്നു. GST ഫിഗേഴ്സ് ഇപ്പോൾ എന്താ പറയുക, സെക്കൻഡ് ഹയസ്റ്റ് ഒരു കളക്ഷനും, അത് മാത്രമല്ല കുംഭമേള കാരണം UP കോൺട്രിബ്യൂട്ട് ചെയ്ത് 10,000 കോടിയാണ് എന്നുള്ളൊക്കെ ഇൻഫർമേഷൻ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് ഓട്ടോ സെയിൽസ് ഡേറ്റ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളെന്നല്ല ഒരുമാതിരി എല്ലാവരും ഇന്ന് ടാരിഫിനെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു കൺട്രി, അതായത് ഇപ്പോൾ നമ്മളൊരു യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ ചൈനയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളിത് ബ്രഷ് അസൈഡ് ചെയ്ത് നമ്മുടെ ഒരു സെക്കൻഡറി ന്യൂസ് ആയിട്ട് മാത്രം ഒന്ന് മാറിയേനെ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് പ്രൈമറി ന്യൂസ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ വളരെ ഇൻഫ്ലക്ഷൻ പോയിന്റിൽ നിൽക്കുന്ന ഒരു എക്കണോമിയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി അല്ലെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും ടാരിഫിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പ്രേക്ഷകർക്ക് ഒരു അറിവിന് വേണ്ടി പറയുക. കാര്യം ഇന്ന് വരുന്ന ടാരിഫിനെ ബേസ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രോബബിലിറ്റി മാത്രമാണ്, നമുക്കും ഉറപ്പില്ല. കാര്യം ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിന് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. 8 ഡെക്കേഡ് അതായത് ഒരു 80 കൊല്ലത്തിന് മുകളിലുള്ള ഒരു മാനുഫാക്ചറിങ് പോളിസിയാണ് US മാറ്റുന്നത്. ആ മാറ്റുന്നതിൽ എന്താണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു അൺസർട്ടനിറ്റി ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു സ്ഥാനം ഇന്ത്യൻ മാർക്കറ്റിൽ കൊടുക്കണം. എന്ത് പോസിറ്റീവ് ന്യൂസ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ മറ്റുള്ള സെക്ടറുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോക്സുകളോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നാളത്തെ ഈ ടാരിഫിന് എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ട്, അതായത് നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ന്യൂസൊക്കെ അപ്രസക്തമായി പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ടാരിഫിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. വെച്ചാൽ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഇത് വ്യക്തിപരമായി ഞാൻ പറയുന്നതാണ്. അതായത് മാർക്കറ്റ് ഇപ്പോൾ എന്താ പറയുക, ഒരു വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ്. അതായത് മാർക്കറ്റിൽ ഇപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം. ഇവിടുന്ന് പലരും മാർക്കറ്റ് ഇവിടുന്ന് റിക്കവറി, ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരെയാണ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ. ഞാൻ ഏതാണ്ട് 25 കൊല്ലം ഫണ്ട് മാനേജ്മെൻറ്റ് ചെയ്ത ആളാണ്. നമ്മുടെ അടുത്തൊക്കെ ചോദിക്കുന്നത് മാർക്കറ്റ് ഇവിടുന്ന് കയറുമോ, ആണെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സാണ്, ഏതൊക്കെ സ്റ്റോക്സാണ് ന്യായം, നമ്മൾ അത് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ നോക്കേണ്ടതെന്ന്. ബട്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ഈ പഴയ രീതിയിലാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റിനെയും കാണുന്നത്. അതായത് ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന മുകളിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാറൻ ബഫയുടെ ഒക്കെ, ഇപ്പോൾ ഞങ്ങളൊക്കെ വാറൻ ബഫയുടെ വലിയ ഫാൻസാണ്. ബെഞ്ചമിൻ ഗ്രഹാം, പീറ്റർ ലിഞ്ച്, എല്ലാ വാല്യൂ ഇൻവെസ്റ്റേഴ്സും വാറൻ ബഫെ തന്നെ ആയിരിക്കും ഒരു ഗോഡായിട്ട് കണക്കാക്കുന്നത്. ബട്ട് ഒരു ലാസ്റ്റ് 4 കൊല്ലം 5 കൊല്ലം ഇവരുടെയൊക്കെ ടീച്ചിങ്ങിനൊന്നും ഒരു വിലയില്ലാതെ പോയ ഒരു മാർക്കറ്റാണ്. അത് മാർക്കറ്റിൽ ഒരുപാട് പൈസ, അതായത് ഡൊമസ്റ്റിക് എക്കണോമി എന്താ പറയുക, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന്, അതായത് ഒരുപാട് പേര് വന്ന് ഈ സിപ്പ് മ്യൂച്വൽ ഫണ്ട് പോലത്തെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഒരുപാട് ലിക്വിഡിറ്റി വന്നു. ആ ലിക്വിഡിറ്റി ഒരുപാട് സ്റ്റോക്സിനെ ഡ്രൈവ് ചെയ്തു. ഈ ഡ്രൈവ് ചെയ്തപ്പോൾ ഇതിൻ്റെ അണ്ടർലൈനിങ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഫണ്ടമെന്റൽസ് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് ഒരു പക്ഷേ ലാസ്റ്റ് 5 കൊല്ലം വളരെ ക്ലാസ് ആയിട്ടുള്ള വാല്യൂ ഇൻവെസ്റ്റേഴ്സ് അണ്ടർ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നും നോക്കാതെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് കമ്പനിയുടെ പ്രോഫിറ്റ്സ് നോക്കിയിട്ടില്ല, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടില്ല, ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തിട്ടില്ല, മാത്രം നോക്കി ഓപ്ഷൻസിലും ഒക്കെ ഒരുപാട് കാശ് ഉണ്ടാക്കി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വളരെ എന്താ പറയുക അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു 4-5 കൊല്ലത്തിൽ കൂടെയാണ് നമ്മൾ പാസ് ഓൺ ചെയ്തത്.
നമുക്കെന്നും ഹിസ്റ്ററി പഠിപ്പിച്ചു തന്ന് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്നുള്ള അറിയില്ല. ഇത് ഇപ്രാവശ്യം ഒരു എക്സെപ്ഷൻ ആയിട്ട് ഇനി പുതിയൊരു വേൾഡ് ഓർഡർ വരുമോ, ആൾക്കാരുടെ തിങ്കിങ്ങിന് മാറിയോ, മാർക്കറ്റ് അസറ്റ്സിനെ അല്ലെങ്കിൽ സ്റ്റോക്കിനെ പ്രൈസ് ചെയ്യുന്ന രീതികളൊക്കെ മാറിയോ എന്നൊക്കെ ഉള്ളത് എനിക്കും സംശയമുണ്ട്. കാര്യം എനിക്കും അതിന് ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് ഐഡിയലി ഇതുവരെ എനിക്കറിയുള്ള 25-30 കൊല്ലത്തെ എൻ്റെ മാർക്കറ്റ് ഇൻവോൾവ്മെൻറ്റും അല്ലെങ്കിൽ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രത്തിലും എന്നൊക്കെ മാർക്കറ്റ് ഒരു എക്സ്യൂബറൻസിലേക്കും അല്ലെങ്കിൽ ഓവർ വാല്യുവേഷനിലേക്കും ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റിലേക്കും ഒക്കെ പോകുന്നു, അന്നൊക്കെ ഇതിന് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ വന്ന് വീണ്ടും വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി തിരിച്ചു മുന്നോട്ട് വരുന്ന ഒരു രീതി പ്രക്രിയയാണ് നമ്മൾ എപ്പോഴും സിസ്റ്റത്തിൽ കാണുന്നത്. ഒരു സൈക്കിൾ പോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതായത് റൈസിംഗ് ടൈഡ്, നമ്മൾ ഇന്നലെ ഈ വാക്ക് ഉപയോഗിച്ചു, ക്ഷമിക്കണം നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത്, റൈസിംഗ് ടൈഡ് വിൽ ലിഫ്റ്റ് ഓൾ ബോട്ട്സ്. ഉയർന്നു വരുന്ന തെര എല്ലാ ബോട്ടുകളെയും പൊക്കിപ്പിടിക്കും എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് മാർക്കറ്റിൽ കണ്ടത്. അപ്പോൾ അതിന് ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്യൂബറൻസ് ഉണ്ടല്ലോ, ആ ഒരു ഓവർ കോൺഫിഡൻസ്, അതായത് ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന കോംപ്ലൈസൻസി എവിടെയെങ്കിലും വെച്ചൊരു ബ്രേക്ക് ആവണം. ആ ബ്രേക്കാണ് ഈ കറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ കറക്ഷന് വേണ്ടി വരാനായിട്ട് ഒരു റീസണും വേണം. ആ റീസൺ ഇപ്പോൾ ഇത്രയും നാൾ ഓവർ വാല്യുവേഷൻ, ഡീപ് സീക്ക്, US ബോണ്ട് ഈൽഡ് റൈസ് ചെയ്തത് കാരണം ഇന്ത്യയെക്കാളും ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് FPIs US തിരിച്ചു പൈസ കൊണ്ടുപോകണു എന്നൊക്കെ പറയണമെങ്കിലും ഇതിനൊരു ട്രിഗർ പോയിന്റ് ആയിട്ട് തീർച്ചയായിട്ടും ഇത് തുടങ്ങിയത് ടാരിഫാണ്. നമ്മൾ എന്ന് മുതൽ ട്രംപ് ജയിച്ച് ടാരിഫിന്റെ കാര്യം പറഞ്ഞോ അന്ന് മുതലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കറക്ഷന്റെ ഡെപ്ത് കൂടി ഒരു ഓവർ വാല്യുവേഷന്റെയും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കറക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ ഒക്ടോബർ 2024 മുതൽ തുടങ്ങിയതാണെങ്കിലും അതിന് നല്ലൊരു രീതിയിൽ ട്രിഗർ ചെയ്തത് ഈ ട്രംപിന്റെ ടാരിഫാണ്. അപ്പൊ ട്രംപിന്റെ ടാരിഫിന് ഒരു ഗ്ലോബൽ എക്കണോമിയിലും അല്ലെങ്കിൽ ജിയോ എക്കണോമിയിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇത് ഡിസ്കസ് ചെയ്യേണ്ടതും നമ്മളിത് ഡിസ്കസ് ചെയ്യണമെന്ന് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ പ്രേക്ഷകരോട് പറയണത്. കാര്യം എന്ന് വെച്ചാൽ ഇതിനുശേഷം വരാൻ പോകുന്ന വേൾഡ് ഓർഡർ എങ്ങനെയാണ്, പല എക്കണോമിക്കും എന്താണ് എന്താ പറയുക ചേഞ്ചസ് സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കമ്പനികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ. ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടോ, എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാര്യം വെച്ചാൽ ഒരു സിറ്റിയിലെ എല്ലാ പാർട്ടിക്കും അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടി മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ ഒരു 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് എടുത്ത് കാര്യങ്ങൾ റാഷണലായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് തീർച്ചയായിട്ടും നമുക്ക് ട്രംപിൻ്റെ ടാരിഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നാളെ വന്ന് നമുക്ക് ഇതിൻ്റെ പല കാര്യങ്ങളും ഇതിൻ്റെ ഒരു റിയാക്ഷൻസ് എങ്ങനെയാണെന്നൂടെ എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി 1:30 മണിക്കോ നമ്മുടെ വെളുപ്പിന് 1:30 മണിക്കോ 3:30 മണിക്കോ കണ്ടാണ് ഇത് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു വൈറ്റ് ഹൗസ് റോസ് ഗാർഡനിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ അനിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് ഈ ടാരിഫിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തെങ്കിലും ഇപ്പോഴും പല എക്സ്പേർട്സിനും അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്താണ് ട്രംപിൻ്റെ റിയൽ ഇൻറ്റൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായില്ല. നമ്മൾ ട്രംപിൻ്റെ ഈ ടാരിഫിൻ്റെ ഫിഗേഴ്സ് എത്രയൊക്കെയാണ് ഇമ്പോസ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്യണം? അതായത് ഇപ്പോൾ US ഇപ്പോൾ അദ്ദേഹം പുറത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് പല രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് ചെയ്യുന്നു. നമ്മൾ അവരുടെ ഗുഡ്സും സർവീസസും US ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറഞ്ഞ ടാരിഫ് വയ്ക്കുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സിന് അവരുടേതായ രാജ്യങ്ങളിൽ വലിയ ടാരിഫാണ് വയ്ക്കുന്നത്. അത് കാരണം നമ്മളും ആ രാജ്യവും തമ്മിൽ, ഇപ്പോൾ ഇന്ത്യയും നമ്മളും തമ്മിൽ, ഇന്ത്യയും US തമ്മിൽ ഉള്ളൊരു നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ആണ്. അതായത് ഇന്ത്യ എക്സ്പോർട്സ് മോർ ടു ദ US റാദർ ദാൻ ഇമ്പോർട്ടിംഗ് ഫ്രം US എന്ന് പറയും പോലെ US ഇമ്പോർട്ട്സ് മോർ ഫ്രം ഇന്ത്യ റാദർ ദാൻ എക്സ്പോർട്ടിംഗ് ടു ഇന്ത്യ. അപ്പോൾ ആ ഡെഫിസിറ്റിനാണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതൊരു വെയ്റ്റഡ് ആവറേജ് റേഷ്യോയിൽ എനിക്ക് തോന്നുന്നു JP മോർഗൻ്റെ ഒരു റിപ്പോർട്ട് പറയുന്നത് ആ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 8% എന്നാണ്. വേറൊരു റിപ്പോർട്ട് പറയുന്നത് 5% എന്നാണ്. എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, 5 മുതൽ 8% വരെയുള്ള ഡിഫറൻഷ്യലാണ് ഈ ഡിബേറ്റിനായിട്ടുള്ള കാര്യങ്ങൾ. അത് എങ്ങനെയാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. സർ, ഏതായാലും അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ, കാരണം ഇന്നിപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അടക്കം മൂവ്മെൻറ്റിനെ ഡയറക്റ്റ് ചെയ്യുന്ന താരിഫ് തന്നെയാണ്. ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ടെക്നിക്കൽ സൈഡുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്നും ആനന്ദാണ്. ഗുഡ് മോർണിംഗ് ആനന്ദ്. ഗുഡ് മോർണിംഗ് അനില.
അനത് ഇന്നിപ്പം നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിങ്ങിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു ശക്തമെന്ന് പറയാൻ സാധിക്കില്ല, എന്നിരുന്നാൽ പോലും ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. 23,200 എന്നൊരു ലെവൽ ഒരു ഘട്ടത്തിൽ 23,293.65 എന്നിവരെ ഉയർന്നൊരു സ്ഥിതിയും കാണുന്നുണ്ട്. നിഫ്റ്റി 50യിലുള്ള ഒരു ടെക്നിക്കൽ ബേസിസിൽ പറയുകയാണെങ്കിൽ എന്താണ് ഇൻഡിക്കേഷൻ? അല്ല, നിഫ്റ്റി 50യുടെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ലാസ്റ്റത്തെ ഒരു 2 വീക്സ് നല്ലൊരു ഹെവി റാലി കാഴ്ചവെച്ചു. ഏകദേശം ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു ഏകദേശം 6.31% ഹ്യൂജ് റാലിയാണ് ലാസ്റ്റ് വീക്ക് കാഴ്ചവെച്ചത്. സോ അതിനോടൊപ്പമുള്ള ഒരു സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ കാണാവുന്നതാണ്. അതായത് മാർക്കറ്റിന് നമ്മളൊരു പാസ്റ്റ് ടെക്നിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഒരു 2.67% കയറാൻ വെറും 3 ദിവസം എടുത്തുള്ളൂ. പക്ഷേ ആ ഒരു 2.67% ആ ഒരു സെൽ ഓഫ് മാർക്കറ്റ് നേരിടാൻ ഏകദേശം ഒരു 5 ഡേയ്സോളം എടുക്കുന്നുണ്ട്. സോ അതായത് ബയേഴ്സിൻ്റെ അത്ര ഒരു സ്ട്രോങ് അല്ല ബയേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റും കൂടി നോക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റിയിലെ ഒരു ട്രേഡിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ആ ഒരു റാലിയുടെ ഏകദേശം എബവ് 50%, അതായത് ഇപ്പം ഏകദേശം ഒരു 10% ആണ് റാലി നടന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു 10%-ൻ്റെ ഏകദേശം ഒരു 4% മാത്രമേ ആ ഒരു ഡിപ്പ് വന്നിട്ടുള്ളൂ. അതായത് ആ ഒരു 10%-ൻ്റെ ഹാഫിൻ്റെ മുകളിലാണ് നിലവിൽ മാർക്കറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് എ ഗുഡ് സൈൻ. ഓക്കെ, സോ മാർക്കറ്റ് ഇന്നലത്തെ ഒരു കണ്ടീഷൻ കൂടി വെച്ചിട്ട് ഇന്നത്തെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫസ്റ്റ് 1 അവർ നല്ല ബുള്ളിഷ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഉള്ള സെക്ഷനുകൾ മാർക്കറ്റ് നല്ലൊരു ഹ്യൂജ് ഫോളാണ് വന്നത്. ബട്ട് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ ആ ഒരു റേഞ്ച് ഷോർട്ടായിട്ട് വന്നു. ആ ഒരു വീക്ക്നെസ് നമുക്ക് മാർക്കറ്റിൽ ക്ലിയർ ആയിട്ട് കാണാനും സാധിച്ചു. ആൻഡ് ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു ഏകദേശം ഫസ്റ്റ് ഏകദേശം 45 മിനിറ്റ്സ് മാർക്കറ്റ് അത്ര ഒരു ന്യൂട്രൽ ടോണിലാണ് നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് മൂവിങ് ടു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാളെ എക്സ്പയറി ആണ്. അപ്പോൾ നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നിലവിൽ അത്യാവശ്യം നല്ല റൈറ്റിംഗ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് പുട്ട് സൈഡ് തന്നെയാണ്. ആൻഡ് പുട്ട് കോൾ റേഷ്യോ അറൌണ്ട് 0.8 ആണ് നിൽക്കുന്നത്. സോ ഒരു ന്യൂട്രൽ രീതിക്കാണ് നിലവിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും അധികം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള 23,500 ആണ്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് എക്സ്പയറി കൂടി നോക്കുകയാണെങ്കിൽ അതായത് നെക്സ്റ്റ് എക്സ്പയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 9-ാം തീയതിയിലത്തെ ഒരു എക്സ്പയർ നോക്കുകയാണെങ്കിൽ ഒരു പുട്ട് സൈഡ് നല്ല രീതിക്കുള്ള ഒരു ഹെവി റൈറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കണം. പക്ഷേ കോൾ സൈഡിൽ അത്ര ഒരു പുട്ടിൻ്റെ അത്ര സ്ട്രോങ് റൈറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു നിലവിലത്തെ ഈ ഒരു മൈനർ സെൽ ഓഫ് അധികം നിലനിൽക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നിഫ്റ്റിയിലൊരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏറ്റവും ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 23,405 to 435 ആ ഒരു 30 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ്. ബിക്കോസ് ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു 30 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ച്. ആൻഡ് നിലവിൽ നിൽക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 23,133 159, അത് ഏകദേശം ഒരു 20-25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്മോൾ റേഞ്ച് ആണ് നിൽക്കുന്നത്. സോ അതായത് പ്രീവിയസ്ലി ആ ഒരു റാലി സ്റ്റാർട്ട് ചെയ്തേക്കുന്നതിന് ഏകദേശം ഒരു 50%-ലാണ് നിലവിൽ ആ ഒരു ലെവലുള്ളത്. അതുപോലെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ഏകദേശം ഒരു 50% ലെവൽ നമുക്കവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആ ഒരു ലെവലിന് താഴേക്ക് മാർക്കറ്റ് പോകുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള 22,604 and 633 ആ ഒരു 30 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ച്. സോ മാർക്കറ്റിൽ അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്സൈഡിൽ നമ്മുടെ നിലവിലത്തെ ഒരു ക്രൂഷ്യൽ ലെവൽ 23,405 435. ആൻഡ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് 23,769 803 ഏകദേശം ഒരു 40 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ചാണ്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ റേഞ്ചാണ്. ബിക്കോസ് ഇപ്പോൾ കഴിഞ്ഞ തവണ അതായത് ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു ഫെബ്രുവരി 5 ഒരു സെൽ ഓഫ് നടന്നേക്കുന്നത് ഈ ഒരു ലെവലിൽ നിന്നാണ്. സോ സ്റ്റിൽ ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹയർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയുടെ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് സംഭവിച്ചു നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 24,186 ആൻഡ് 24,216 ഏകദേശം ഒരു 30-35 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ച് അല്ല.
യെസ്, ആനന്ദിലേക്ക് തിരിച്ചു വരാം. അതിൽ സുരേഷ് സാർ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ സാർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ട്രംപിൻ്റെ ഒരു ഇൻറ്റൻറ്റ് എന്താണ് എന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളിൽ പല എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂവിൽ ഒരു നെഗോഷിയേഷൻ പോയിന്റിലേക്ക് രാജ്യങ്ങളെ കൊണ്ട് എത്തിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ഒരു ഇൻറ്റൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ എന്നാൽ ഈ ഒരു അതായത് ഇത്തരത്തിലൊരു താരിഫ് പ്രഖ്യാപിക്കുന്ന ഉടനെ മറ്റ് രാജ്യങ്ങൾ അവർക്ക് അതിന് ആനുപാതികമായിട്ടുള്ള നികുതി കുറയ്ക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇന്ത്യ ഒഴികെ അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങൾ ഒഴികെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ നേരെ ഓപ്പോസിറ്റ് റിറ്റാലിയേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം എന്തുദ്ദേശത്തിലായിരിക്കും ഇത്തരത്തിലൊരു താരിഫ് കൊണ്ടുവരിക? അതൊരു രാജ്യത്തിന് മേലെ ആയിട്ടോ അത് ഓരോ പ്രൊഡക്റ്റിന് മേലെ ആയിട്ടാണോ താരിഫ് കൊണ്ടുവരിക എന്നതടക്കമുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ടേക്ക് എന്തായിരിക്കും താങ്കളുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു ട്രംപിൻ്റെ ഒരു ഇൻറ്റൻറ്റ് എന്തായിരിക്കണം? അനില, ഇതൊരു പൊതുവെ പല മാർക്കറ്റ് കമൻറ്റേറ്റേഴ്സും പല രീതിയിൽ ഇപ്പം നമ്മളെക്കാളും കുറച്ചുകൂടി ട്രംപിനെ നന്നായിട്ട് അറിയാമെന്നുള്ളത് അമേരിക്കൻ മീഡിയയ്ക്കായിരിക്കാം. ഈ അമേരിക്കൻ മീഡിയയ്ക്ക് ട്രംപിൻ്റെ സ്വഭാവം അനലൈസ് ചെയ്യുമ്പോൾ ഇതൊരു എന്താ പറയുക വളരെ സിമ്പിൾ. ഇപ്പം നമ്മളൊരു സിമ്പിൾ ടേംസിൽ നമുക്ക് പറയണമെന്ന് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഗ്രേറ്റ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ മാനുഫാക്ചറിങ് നന്നായിട്ട് ഉയരണം അല്ലേ. അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാനുഫാക്ചറിങ് അത്രയ്ക്ക് കോമ്പറ്റീറ്റീവ് ആണ്. അങ്ങനെ മാനുഫാക്ചറിങ് നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് ജോബ് കിട്ടും, ജോലി കിട്ടും, ഈ അമേരിക്കൻ എക്കണോമി ബാക്ക് ഓൺ ട്രാക്ക് വരും. ഇതാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു പോളിസി ആയിട്ട് അത് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടേമിലും കുറച്ച് ടാരിഫുകൾ വെച്ചത്. എന്നിട്ട് അത് വേണ്ട രീതിയിൽ പ്രായോഗികമായിട്ടില്ലെന്നും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റുലേറ്റിലാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന് പറയാനായിട്ട് ചെറുതായിട്ടൊരു അവിശ്വാസമുണ്ട്. കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും ഒരു മീഡിയ അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അറ്റൻഷൻ സീക്കിംഗ് സ്വഭാവമുള്ളൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അദ്ദേഹം എന്തോ ഒരെണ്ണം ബിഗ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഇതാണ് മാർക്കറ്റിന് എന്നുമുള്ള ഒരു സംശയം തന്നെ. അതായത് ഇനി ചിലപ്പോൾ ഒരു ട്രംപിൻ്റെ വേറൊരു യുഗം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ട്രംപിന് അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആളായി മാറണം, അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ലീഡറായി മാറണം എന്നും കുട്ടികൾ പഠിക്കുന്നതും ടെക്സ്റ്റ് ബുക്കുകളിലും വരുന്ന വലിയൊരു ഡിസിഷൻ എടുത്ത ആളായി മാറണം എന്ന് ട്രംപിന് ആഗ്രഹമുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ടാരിഫ് കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സാധനങ്ങളുടെ വില കൂടുമല്ലോ, അതിൻ്റെ ഇൻഫ്ലേഷൻ കൂടും. അതുകൊണ്ട് അമേരിക്കൻ ജനത ആദ്യം ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞിട്ട് എക്കണോമി നന്നാവും. അന്ന് ഇങ്ങനെയുള്ളൊരു സിമ്പിൾ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൺട്രിയും ഈ ടാരിഫിനെ എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത്. ഇപ്പൊ ഇന്ത്യ മാത്രം ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യ മാത്രമേ ഉള്ളൂ പെർഹാപ്സ് ഈ ടാരിഫിനെ കുറിച്ച് ഡിസ്കഷൻ തുടങ്ങിയ ഒരു കൺട്രി, ഒരു നെഗോഷിയേഷൻ ഉള്ള ഒരു കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യ അതിനെ വളരെ പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇത് എന്തായാലും US-ന്റെ ഡൊമസ്റ്റിക് ഡിസിഷനാണ്, അവരെന്തായാലും എടുക്കും, നമുക്കിനി എങ്ങനെ ചേഞ്ച് ചെയ്ത വേൾഡ് ഓർഡറിൽ നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളതായിരിക്കും ഇന്ത്യ ആലോചിച്ച്. ബട്ട് മറ്റുള്ള കൺട്രീസ് അങ്ങനെയല്ല എടുത്തത്. ഇപ്പൊ കാനഡ ഒരു റിട്ടാലിയേറ്ററി ടാരിഫാണ് വെച്ചത്. ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ചൈന വളരെ ഹാർഷായിട്ടാണ് സ്റ്റേറ്റ്മെന്റ്സ് പുറത്തുവിട്ടത്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറെ റെസിപ്രോക്കൽ ടാരിഫുകൾ വേറെ കൺട്രികളിൽ നിന്ന് വരുമോ? അതെങ്ങനെയാണ് ഗ്ലോബൽ എക്കണോമി എഫക്ട് ചെയ്യുന്നത്? അത് US-ലും ഇന്ത്യ ഒക്കെ പെടുന്ന ഒരു എക്കണോമി അല്ലേ. ആ എക്കണോമിയിൽ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് വെറും US ഇന്ത്യ എന്നുള്ള രീതിയിൽ പെർസ്പെക്റ്റീവിൽ മാത്രം നമ്മൾ ഇതിനെ കാണരുത്. ഇതൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ മാത്രം കാണുക. കാര്യം വെച്ചാൽ ഈ പൈസകൾ അല്ലെങ്കിൽ ട്രേഡ് നടത്തുന്നതിന് എല്ലാ കൺട്രീസും ഇന്റർ കണക്റ്റഡ് ആണ് അല്ലേ. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് FPIs ഉണ്ട്. അത് അമേരിക്കയിൽ നിന്ന് മാത്രമല്ല, ജപ്പാനിൽ നിന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് നമുക്ക് പൈസ വരുന്നുണ്ട്. UK-യിൽ നിന്ന് വന്നിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിൽ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നതെന്നും കൂടെ നമുക്ക് ഇതിലേക്ക് വരണം. പിന്നെ ഒരുപാട് തിയറീസ് ഇതിന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ട്രംപിനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം എന്തെങ്കിലും ഒരു ഹിസ്റ്റോറിക് മൊമെന്റിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. ഒരു തിയറി അതിനകത്ത് പറയുന്നത് വെച്ചാൽ അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ഗോൾഡിന്റെ ഒരു റീവാല്യൂഷൻ നടത്തുന്ന എക്സസൈസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് എത്രയോ കൊല്ലത്തിന് ശേഷം അതിനൊക്കെ ഒരു പ്രോസസ് ഉണ്ട് US-ൽ നിന്ന്. കാര്യം അവരത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഫോർട്ട് നോക്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ പീരിയോഡിക് ആയിട്ട് അതിന് ഒരു വാല്യുവേഷൻ എടുക്കുന്നുണ്ട്. ഒറ്റ ഗോൾഡ് പോലും പുറത്തു പോകുന്നില്ല. പോകണമെങ്കിൽ തന്നെ ടെസ്റ്റിങ്ങിനും പ്യൂരിറ്റിക്കും മാത്രമാണ് പുറത്തു പോകണേ. അത്രയ്ക്ക് അവിടെ ഒരു മിലിറ്ററി സ്കൂളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഫോർട്ട് നോക്സിൽ അവിടെ ഗോൾഡ് റിസർവ്സ്, US-ന്റെ ഗോൾഡ് റിസർവ്സ് അവിടെയുണ്ട്. എന്നിട്ടും ട്രംപ് പറയുന്നത് വെച്ചാൽ അതിനകത്തുള്ള ഗോൾഡ് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇലോൺ മസ്കിന്റെ കീഴിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ റീവാല്യൂഷൻ നടത്തുന്നത്. ആ റീവാല്യൂഷൻ നടത്തുന്ന ഒരു സ്മോൾ എക്സസൈസ് ആയിട്ടൊന്നും പല എക്കണോമിസ്റ്റുകളും കരുതുന്നില്ല. എന്തിനാണ് ഗോൾഡ് റിസർവ് എടുത്തിട്ട് ഇനി ഇദ്ദേഹം US ഡോളർ ഡീവാല്യൂ ചെയ്യാൻ പോകുന്നുണ്ടോ?
ഈ ഡീവാല്യൂ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വേൾഡ് ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് മാറി ഗ്ലോബൽ ട്രേഡിന്റെ ബാലൻസ് തന്നെ തെറ്റിക്കുന്ന രീതിയിലേക്കാണ് അത് മാറുന്നത്. തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ അത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ US കൗൺസിൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിലേക്ക് അദ്ദേഹം ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അദ്ദേഹത്തിന്റെ പേര് സ്റ്റീഫൻ മിറാൻ എന്നാണ്. നമ്മൾ ഇതിനു മുമ്പേ നമ്മുടെ ചാനലുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റീഫൻ മിറാന്റെ പോസ്റ്റുലേറ്റ് അദ്ദേഹത്തിന്റെ തിയറി തന്നെ അങ്ങനെയാണ്. അതായത് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് കുറച്ച് എക്സ്പോർട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോളറിനെ ഡീവാലുവേറ്റ് ചെയ്യണം, വില കുറയ്ക്കണം. അപ്പൊ ഈ ഡീവാലുവേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ബ്രെൻഡൻ വുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഗോൾഡ് സ്റ്റാൻഡേർഡ് എടുത്ത് കളഞ്ഞ് അതിനുശേഷമാണല്ലോ ഈ എന്താ പറയാ മറ്റേ എനിക്ക് തോന്നുന്നു IMF-ഉം വേൾഡ് ബാങ്കും ഒക്കെ വന്നത് അതിനുശേഷമാണല്ലോ. അതേപോലത്തെ ഒരു മൂവ്മെന്റ് ആയിരിക്കും ഇത് ശരിക്കും എന്ന് പറയുന്ന പല എക്കണോമിസ്റ്റുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ സിമ്പിൾ ആയിട്ട് എടുത്ത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള. പിന്നെ അത് മാത്രമല്ല US ഒരുപാട് ഡെപ്റ്റ് ഉണ്ട്. നമുക്കറിയാലോ ഏതാണ്ട് $34 ട്രില്യൺ ആണ് അവരുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ 7 ട്രില്യൺ റീഫിനാൻസിങ്ങിന് കിടക്കുകയാണ്. ഈ റീഫിനാൻസ് ചെയ്യണ എന്താ, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്, ഹയർ US ബോണ്ട് ഈൽഡിലാണ് ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായി? അതിനെ പലപ്പോഴായിട്ട് അവർ പോസ്റ്റ്പോൺ ചെയ്ത് വരണം. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഈ ഹയർ റേറ്റിൽ ഇതിന് റീഫിനാൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ അതിനുവേണ്ടി എന്താ, ലോവർ ഫിനാൻസിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബോണ്ട് ഈൽഡ് ഇടിയണം. ബോണ്ട് ഈൽഡ് ഇടിയണമെങ്കിൽ പൈസ ബോണ്ടിലേക്ക് വരണം. ആൾക്കാർ കൂടുതൽ ബോണ്ടിൽ ബൈ ചെയ്യുമ്പോഴാണ് ബോണ്ട് താഴേക്ക്. അതിന് ആ പൈസ എവിടെ നിന്ന് വരണം, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണം. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യണം. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിനെ താത്തുകയും അവിടുന്ന് പൈസ വന്ന് ബോണ്ടിൽ കയറി ബോണ്ട് താഴേക്ക് വരികയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ബോണ്ട് ഈൽഡ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റീഫിനാൻസിങ് ഓഫ് ഡെപ്റ്റ് വളരെ ലോവർ ലെവലിൽ ചെയ്യാം. അത് തന്നെ $1 ബില്യൺ സേവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ 3-4 കാര്യങ്ങളാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. നമുക്ക് ശരിക്കും പറഞ്ഞ മാർക്കറ്റിന്റെ ലൈവിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ അതിന് മുമ്പായിട്ട് എനിക്ക് പറഞ്ഞു വെക്കേണ്ട 2-3 കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ടാരിഫിനെ കുറിച്ച് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട നാളെ വരുന്ന കാര്യത്തിൽ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ സ്റ്റാഗേർഡ് ആയിട്ടാണോ. ഇമ്മീഡിയറ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എമർജൻസി പവർ യൂട്ടിലൈസ് ചെയ്ത്, അതായത് ഇപ്പൊ April 1 തന്നെയല്ലേ, വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മുതൽ ഇത് വരണം എന്ന് അദ്ദേഹത്തിന് പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാം ഒരു റിവ്യൂ പീരീഡ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം എത്രയാണ് ടാരിഫ് വേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ പറയണ ടാരിഫ് ഇൻ ഫേസസ്, ആദ്യം ഒരു 5%, പിന്നെ ഒരു 5%. അപ്പോൾ ഈ പീരിയഡ് എന്നുള്ളത് ഒരു ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ 4 പോയിന്റുകളാണ് നമ്മൾ അതിനകത്ത് വാച്ച് ചെയ്യേണ്ടത്. ഒന്ന് പീരിയഡ്, രണ്ടാമതെന്ന് പറഞ്ഞാൽ സൈസ്. അദ്ദേഹം ഒരിടയ്ക്ക് പറയുന്നത് കേട്ടു, ഇപ്പൊ US നിന്ന് വരുന്ന ന്യൂസ് അനുസരിച്ച് യൂണിവേഴ്സൽ ആയിട്ട് ട്രേഡ് സർപ്ലസ് ഉള്ള കൺട്രിക്ക് 10% വെച്ചാണ്. എല്ലാ രാജ്യങ്ങൾക്കും യൂണിവേഴ്സൽ ആയിട്ട് 10% ആണോ? ഇപ്പൊ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. US ആയിട്ട് 10% യൂണിവേഴ്സൽ ആയിട്ട് ചെയ്യുന്ന പറയുമ്പോൾ ചൈനയ്ക്ക് സ്പെഷ്യൽ ആട്ടോ. ചൈനയ്ക്ക് ഹയർ ആയിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ സർട്ടൺ കൺട്രീസിന് കൂടുതലാണ്. അതായത് ട്രേഡ് സർപ്ലസ് കൂടുതലുള്ള രാജ്യങ്ങൾക്ക് ഹയർ ആണോ, അല്ലാത്ത രാജ്യങ്ങൾക്ക് കുറവാണോ എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ സൈസ് ഓഫ് ടാരിഫും കൂടെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. 3, വേറെ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ്, അതായത് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള പലരും അവിടെ ഒരു ഡേർട്ടി 15, അതായത് മോശമായ 15 രാജ്യങ്ങൾ എന്നത് ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡേർട്ടി എന്ന് പറഞ്ഞാൽ ടാരിഫിന്റെ കാര്യത്തിലാട്ടോ, അല്ലാണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലല്ല. അങ്ങനത്തെ രാജ്യങ്ങളിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ഇന്ത്യയൊക്കെ അതിനകത്ത് പെടും. ഈ ഡേർട്ടി 15 പെടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ, അതാണ് 3-ാമതായിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ, ടാരിഫിന്റെ പീരിയഡ്, സൈസ്, ഏതൊക്കെ കൺട്രീസ്. 4-ാമത് മറ്റുള്ള രാജ്യങ്ങൾ ഇതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും. റിറ്റാലിയേറ്ററി ടാരിഫ് അവിടെ നിന്ന് ഉണ്ടാവും. നമ്മൾ മാത്രം പ്രോബബ്ലി നമ്മളായിട്ട് ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് നമ്മളൊരു സെപ്റ്റംബറോടോ ഒക്ടോബറോടോ കൂടി ചെയ്യാമെന്ന് നമ്മൾ വാക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പ്രൈം മിനിസ്റ്ററും അമേരിക്കൻ പ്രസിഡന്റും കൈകോർത്ത് നമ്മൾ അതിലേക്ക് പോകുന്നു. ഇന്ത്യ മനസ്സിലാക്കി ഇതൊരു റിയാലിറ്റിയാണ്. ചേഞ്ചിങ് വേൾഡ് ഓർഡറിൽ നമുക്ക് എങ്ങനെ ജീവിച്ചു പോവാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടതെന്നുള്ളത്. ബട്ട് ഈ പറയുന്നുള്ള മറ്റുള്ള രാജ്യങ്ങൾ, അല്ലെ പല രാജ്യങ്ങളും ഡെമോക്രാറ്റിക് കൺട്രീസ് അല്ല, ഓട്ടോക്രാറ്റിക് കൺട്രീസ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കിങ്ഡംസ് ആണ്. അവർക്ക് വേറെ ആരുടെത്തോ പാർലമെന്റിനെയോ പേടിക്കേണ്ട കാര്യമില്ല. അവരെങ്ങനെയാണ് ഇത് റിട്ടാലിയേറ്റ്. പിന്നെ അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിനെ പോലത്തെ അനദർ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ്, അതായത് പ്രത്യേക സ്വഭാവമുള്ള പ്രസിഡന്റ്സ് ആണ്. അല്ലെങ്കിൽ ചൈനയുടെ തലപ്പത്തിരിക്കുന്ന ചൈനീസ് പ്രീമിയർ. ഇവരൊക്കെ എന്ത് രീതിയിലാണ് ഇതിനെ എടുക്കാൻ പോകുന്നത്, നോർത്ത് കൊറിയ, ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഗ്ലോബൽ അമേരിക്കൻ എക്കണോമിയോ US എക്കണോമിയോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയോ മാത്രമല്ല, വേൾഡ് ഓർഡറിനെയും വേൾഡ് ട്രേഡ് ബാലൻസിനെയും
ഗ്ലോബൽ എക്കണോമിയും എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ടാരിഫ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് ഇനി വരാൻ പോണ അടുത്ത അരമണിക്കൂർ ഏതൊക്കെ സെക്ടറുകളാണ് ഏതൊക്കെ സ്റ്റോക്കുകളാണെന്ന് നമുക്ക് നോക്കി കണ്ടും നമുക്ക് മനസ്സിലാക്കി ആനന്ദിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം നമുക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ. യെസ് സർ, ഇപ്പം നോവർ റിപ്പോർട്ടിലടക്കം സൂചിപ്പിക്കുന്ന ഒരു റിട്ടാലിയേറ്റ് ടാരിഫ് ഉണ്ടാകുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്ടേഴ്സിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ US-നെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതൊക്കെ ഗുഡ്സ് ആൻഡ് കമോഡിറ്റീസ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതിന് ആ സെക്ടേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ അഫക്റ്റും ചെയ്യുക. അപ്പം ആദ്യമായിട്ട് തന്നെ ഏറ്റവും പ്രൈമറിലി അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഇൻ കേസ് ഒരു താരിഫ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈമറിലി ഈ ഒരു താരിഫിൻ്റെ ഇമ്പാക്റ്റ് വരാനുള്ള ആദ്യത്തെ സെക്ടർ ഏതായിരിക്കും? അനില, ഒരു കാര്യം കൂടി, ഇന്ന് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു പ്ലസ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് അല്ലേ? ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ നമുക്കെല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നാണല്ലോ അൾട്ടിമേറ്റ്ലി, അത് അനലൈസ് ചെയ്യാനാണല്ലോ നമ്മൾ ഈ ടാരിഫ് ഒക്കെ പറയുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ടാരിഫ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ചിലപ്പോൾ മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് എടുക്കാം. കാരണം വെച്ചാൽ ഇതുവരെ വന്ന ഡീറേറ്റിംഗ് ഉണ്ട്. അതാണ് സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഇന്നേ വരെ ചിലപ്പോൾ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തത് ഈ ടാരിഫിനെ ആയിരിക്കാം, നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ പറയില്ലേ, ആ ന്യൂസ് പുറത്ത് വരുന്നതോടുകൂടി ഈ ന്യൂസിന് ആ റെലവൻസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ചാൻസ് വെച്ചാൽ ടാരിഫ് കഴിയുന്നത്, അത് എത്രത്തോളം നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആണെങ്കിലും ശരി, ചിലപ്പോൾ മാർക്കറ്റ് അത് തിരിച്ച് അവിടുന്ന് റീട്രേസ് ചെയ്തേക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഇമ്പാക്റ്റ് ഒക്കെ അനലൈസ് ചെയ്യുന്നത് വരെ മാർക്കറ്റ് വേണമെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കാം എന്നുള്ള ഈ രണ്ട് പോസിബിലിറ്റീസ് ആണല്ലോ നമ്മൾ മാർക്കറ്റിൽ സംസാരിക്കുന്നത്. ബട്ട് ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്നറിയോ, ആണെങ്കിൽ തന്നെ ഇവിടുന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ ഏത് സെക്ടറായിരിക്കും, ഏത് സ്റ്റോക്സ് ആയിരിക്കും ചീപ്പ് എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ നമ്മളിപ്പോൾ പലതും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ചീപ്പായിട്ട് കാണപ്പെടുന്ന സെക്ടേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബൈങ് വരാൻ പോകുന്ന സെക്ടേഴ്സ് ഡൊമസ്റ്റിക് കൺസംഷനും ബാങ്ക്സും ഒക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഈ ബാങ്ക്സിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഈ ഡൊമസ്റ്റിക് കൺസംഷൻ FMCG സ്റ്റോക്സിലാണെങ്കിലും പല FMCG സ്റ്റോക്സുകളും വളരെ സൂപ്പർ നാച്ചുറൽ വാല്യൂഷനിൽ തന്നെയാണ് ട്രേഡ് ചെയ്യണമെന്നുള്ള വാസ്തവം. അപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു ബൈയിങ് ആ ഹയർ വാല്യൂഷനിൽ നിൽക്കുന്ന സ്റ്റോക്കിലേക്ക് വരുമോ എന്നുള്ളതാണ് ഒരു സംശയമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ മാർക്കറ്റിൽ ആണെങ്കിൽ തന്നെ ഇവിടുന്ന് തിരിയണമെങ്കിൽ തന്നെ അത്രയ്ക്ക് മാത്രം തിരിച്ച് പുൾ ബാക്ക് വരാനുള്ള ഒരു സ്ട്രെങ്ത് തരുന്ന വാല്യുവേഷനുള്ള സെക്ടേഴ്സ് മാർക്കറ്റിനുണ്ടോ എന്നുള്ളത് സംശയകരമായിട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അല്ല, ഈ പറയുന്ന പോലെ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ US-നെ സംബന്ധിച്ച് ടാരിഫ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നല്ലേ, ഏറ്റവും കൂടുതൽ ഡിഫൻസ് പർച്ചേസ് ആയിരിക്കാം. അതായത് നമ്മളിപ്പോൾ ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെയാണ് നമ്മൾ കൂടുതലും ഡിഫൻസ് കാര്യങ്ങൾ നമ്മൾ മേടിക്കുന്നത്. ഇപ്പോൾ റഫാലൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിൽ നിന്നൊക്കെ മാറി അവരുടെ എയർക്രാഫ്റ്റ്സും ഫൈറ്റർ ജെറ്റ്സും അല്ലെങ്കിൽ മറ്റുള്ള ആംസ് ആൻഡ് അമ്യൂണിഷൻസും ആർട്ടിലറിയും മേടിക്കാനായിട്ടായിരിക്കാം ചിലപ്പോൾ US ആദ്യമായിട്ട് നോക്കുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഡിഫൻസ് സെക്ടറുകൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഡിഫൻസ് സെക്ടർ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിലേക്ക് വേണമെങ്കിൽ ഒന്ന് ആനന്ദമായിട്ട് ചോദിക്കാം. അതിന് മുമ്പായിട്ട് 2-3 കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു വയ്ക്കാം. ഇപ്പോൾ കേദാർ പ്രഭു നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് നമുക്ക് തരുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക്സ് നമ്മുടെ 0.3% ഓഫ് GDP ആണ് അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട്. അമേരിക്കയിലേക്ക് നമ്മൾ ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് ചെയ്യുന്ന 0.3% ഓഫ് GDP ആണ്. അതിൽ US നമുക്ക് വെച്ചിരിക്കുന്ന ടാരിഫ് എത്രയെന്നറിയോ അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി 0.8%. പക്ഷെ അവരുടെ പ്രോഡക്ട്സ് നമ്മളിലേക്ക് വരാൻ നമ്മൾ വെച്ചിരിക്കുന്നത് 8%. ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലായിക്കോളൂ. അത് കഴിഞ്ഞ് ഈ കെമിക്കൽസ് ആൻഡ് ഫാർമ 0.3% ഓഫ് GDP ആണ് നമ്മൾ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാലോ അവർ വെച്ചിരിക്കുന്ന ടാരിഫ് എത്രയാണ്? 1.5%. അവരുടെ പ്രോഡക്റ്റിന് ഇങ്ങോട്ട് വരുന്നതോ 11%. അതേപോലെ ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ആഗ്രി ആൻഡ് മീറ്റ് പ്രോഡക്ട്സ്, ഫ്യൂവൽ റിലേറ്റഡ് പ്രോഡക്ട്സ്, അയൺ, സ്റ്റീൽ, മറ്റുള്ള മെറ്റലുകൾ, അതുകൂടാതെ ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോമൊബൈൽ ആക്സസറീസ്, ഇതൊക്കെയാണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ടച്ച് ചെയ്യുന്ന സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെക്ടേഴ്സിലെ സ്റ്റോക്കുകളായിരിക്കും നമുക്ക് കൂടുതലുമായിട്ട് നമുക്ക് നോക്കേണ്ടത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും FMCG സ്റ്റോക്കൊന്നും ഈ ടാരിഫിനകത്ത് പെടില്ലല്ലോ, അതൊക്കെ ഒരു ലോക്കൽ എക്കണോമി സ്റ്റോക്സ് അല്ലേ, അല്ലെങ്കിൽ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ടാരിഫിനെ കുറിച്ച് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. കാര്യം FMCG സ്റ്റോക്സിന് റോ മെറ്റീരിയൽസ്, ഇപ്പോൾ ലോകത്തൊരു ട്രേഡ് ഇംബാലൻസ് വരികയാണ്. പല പ്രോഡക്ട്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയുള്ള ഓരോ പ്രോഡക്ട്സ് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു വാഷിംഗ് സോപ്പോ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് പൗഡറോ ഒക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ റോ മെറ്റീരിയൽ പലതും പുറത്തുനിന്ന് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ടാരിഫിനെയൊക്കെ എഫക്റ്റ് ചെയ്യുമ്പോൾ റിറ്റാലിറ്റി ടാരിഫ് വേറെ രാജ്യങ്ങൾ വയ്ക്കുകയാണെങ്കിൽ
ആ റോ മെറ്റീരിയൽസിന്റെ പ്രൈസിന് ഇൻഫ്ലേഷൻ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ FMCGയുടെ മാർജിനെ എഫക്ട് ചെയ്യുന്നില്ല. പിന്നെ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാദർ ഒരു എന്താ പറയുക ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് വന്ന് റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടി എൻ പ്രോഡക്ട്സിന്റെ പ്രൈസ് കൂടിയാൽ ചിലപ്പോൾ RBI ഈ പറയുന്ന പോലെ ഏപ്രിലിലെ അല്ല ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഈ റേറ്റ് കട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഒരു പോസിറ്റീവ് മോഡിൽ. അപ്പോൾ പല രീതിയിൽ ഇതിനെ എഫക്ട് ചെയ്യാന്നുള്ളതാണ്. എങ്കിലും എനിക്ക് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് നോക്കാവുന്ന സെക്ടേഴ്സ് അത് രണ്ടും തന്നെ ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ എയർലൈൻ സെക്ടേഴ്സ് ചിലപ്പോൾ ഇന്ത്യയിൽ റാദർ ഇൻസുലേറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റോക്കുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റോക്കുകൾ, ഗോൾഡ് ലോൺ കമ്പനീസ്, പവർ കമ്പനീസ്, ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ്, ഹോസ്പിറ്റൽ സെക്ടർ, ഇതൊക്കെ ചിലപ്പോൾ ഒരു ഇൻസുലേറ്റഡ് ആയിട്ട് നിന്നേക്കാം. ബട്ട് നമുക്ക് നോക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഡിഫൻസ് സെക്ടറാണ്. ഡിഫൻസ് സെക്ടറിൽ HALലും BALലും എങ്ങനെയാണ് ടെക്നിക്കലി പ്ലേസ്ഡ് എന്നൊന്നും നോക്കണം. അത് മാത്രമല്ല ഇലക്ട്രോണിക്സിൽ ഡിക്സൺ ടെക്നോളജിയും കെയ്ൻസും എങ്ങനെയാണെന്നും കൂടെ ഒന്ന് ആനന്ദിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ആനന്ദിലേക്ക് തന്നെ വരികയാണ്. ആനന്ദ്, ആദ്യമായിട്ട് HALലുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് ചോദിക്കുന്നത്. കാരണം HALനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഏകദേശം ഒരു 1% മുകളിലൊരു ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4165 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നത്. HALൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എങ്ങനെയാണ്? അല്ല, HALൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ HALനൊരു ഏകദേശം നിഫ്റ്റിയുടെ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ് HALലും നിലവിൽ മൂവ് ചെയ്യുന്നത്. പക്ഷേ നിഫ്റ്റിയുടെ അത്രത്തെ ഒരു സെൽ ഓഫ് ലാസ്റ്റ് 4-5 ഡേയ്സിൽ നിഫ്റ്റിയുടെ തന്നെ അത്രത്തോളം സെൽ ഓഫ് നമുക്ക് HALൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ HAL പരിശോധിക്കുകയാണെങ്കിൽ അറൗണ്ട് March 17 തൊട്ട് ഏകദേശം ഒരു April 1 വരെ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 29-30% വളരെ സ്ട്രോങ് മൂവ്മെൻറ്റ് HAL തന്നിട്ടുണ്ട്. അതായത് വെറും March 17 തൊട്ട് April 1 വരെ ഏകദേശം ഒരു 5 to 6 days കൊണ്ട് ഏകദേശം 30% മൂവ്മെൻറ്റ്. സോ അത്ര ഒരു അഗ്രസീവ് മൂവ്മെൻറ്റ് HAL നിലവിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അങ്ങനെ വരുന്നില്ല. അതായത് ഒരു മേജർ റെസിസ്റ്റൻസ്, അതായത് മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4237 to 4288. ഏകദേശം നോക്കുകയാണെങ്കിൽ ആ ഒരു 52 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ച്, ആ ഒരു റെസിസ്റ്റൻസ് HAL ബ്രേക്ക് ചെയ്തു. ബട്ട് അത് ഇന്നലെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് സെൽ ഓഫ് ആൻഡ് നിലവിൽ ആ ഒരു റേഞ്ചിൻ്റെ അടിയിലാണ് നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ HAL നോക്കുക അത്യാവശ്യം ഒരു ഏകദേശം 30% മൂവ് ചെയ്തൊരു സ്റ്റോക്കാണ് വിത്തിൻ എ ഷോർട്ട് സ്പാൻ. സോ അങ്ങനത്തെ ഒരു സ്റ്റോക്കിൽ നമുക്ക് എന്തൊക്കെ വന്നാലും ഒരു നല്ലൊരു സെൽ ഓഫ് അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു സെൽ ഓഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും ആ ഒരു റാലിയിൽ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നിലവിൽ നോക്കുകയാണെങ്കിൽ HAL ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലുള്ള ആ ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ ആ ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ് ഏകദേശം 4237 to 4288 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ. ആൻഡ് ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിലുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 3939 to 3967 ആ ഒരു റേഞ്ചാണ് നിലവിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ആൻഡ് നിലവിലൊരു വളരെ ഒരു ഹെൽത്തി കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്തി പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് മോസ്റ്റ്ലി ഈ ഒരു ലെവലിൽ, അതായത് 3742 എന്ന് പറയുന്ന ലെവലിൽ മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് HALൽ കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ആൻഡ് നിലവിൽ അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ HAL നിലവിലൊരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് എബവ്, അതായത് 4237 ആൻഡ് 4288 ആ ഒരു ലെവലിൻ്റെ മുകളിലേക്കായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഏകദേശം 4717 ആൻഡ് 4752 ഏകദേശം ആ ഒരു 35 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ചാണ് ഒരു മുകളിലേക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് HAL കണക്കാക്കാൻ സാധിക്കുന്നത് അല്ല. യെസ്, അടുത്തതായിട്ട് ആനന്ദ്, ഭാരത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടെക്നിക്കൽ സൈഡ് കൂടിയാണ് ചോദിക്കുന്നത്. കാരണം ഇന്നലെ മുതൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സെൽ ഓഫ് നേരിട്ട് വരുന്ന ഒരു കമ്പനിയായിട്ടാണ്, ഓഹരിയായിട്ടാണ് BL മാറിയിരിക്കുന്നത്. ഇന്നും 5.5% മുകളിൽ ഒരു ഇടിവിലേക്കാണ് BL മാറിയിരിക്കുന്നത്. BLലുള്ള ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? അല്ല, ഭാരത് ഇലക്ട്രോണിക്സ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ ടിൽ നൗ, അതായത് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതായത് നോക്കുകയാണെങ്കിൽ 229 341 ഈ ഒരു പ്രൈസിൻ്റെ ഇടയിലാണ് നിലവിൽ ഈ ഒരു 1 ഇയർ ആയിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 50% ഏകദേശം നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 45 to 50% ആ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് ഏകദേശം ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് 1 ഇയർ ആയിട്ട്. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം ഒരു സൈഡ് ബേസ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് സ്റ്റോക്ക് ഉള്ളത്. ആൻഡ് റിട്ടേൺസും കൂടി നോക്കുകയാണെങ്കിൽ നിലവിലൊരു
ഇയർലി റിട്ടേൺസ് ഐ തിങ്ക് അറൌണ്ട് 28% ആണ് ഇയർലി റിട്ടേൺസ് വരുന്നത്. ആൻഡ് 1 മന്തിൽ 10% ഒരു കമാറ്റീവ്ലി ഗുഡ്. 1 മന്തിൽ 10%, ക്ഷമിക്കണം 11% റിട്ടേൺസ് നമുക്ക് ഭാരത് ഇലക്ട്രോണിക്സ് തന്നിട്ടുണ്ട്. ആൻഡ് നിലവിൽ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് സ്ട്രക്ചറാണ് നിലവിൽ BEL ഉള്ളത്. ആൻഡ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഒരു മേജർ സപ്പോർട്ടഡ് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളൊരു ലെവൽ എന്ന് പറയുന്നത് 269 to 272, ഏകദേശം ഒരു 3 പോയിൻറ്റ്സിൻ്റെ ഒരു മൈനർ, ഒരു വളരെ സ്മോൾ റേഞ്ചാണ് നമുക്ക് BEL സപ്പോർട്ടഡ് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ആൻഡ് ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ലെവലായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 243 to 245, ആ ഒരു 2 rupees ആ ഒരു റേഞ്ച്. സോ മാർക്കറ്റിൻ്റെ നിലവിലത്തെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ആ ഒരു വരുന്ന മൊമെൻറ്റം, അതായത് ലാസ്റ്റ് 2 days കൊണ്ട് മാത്രം ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8.82%, ഇന്നലെയും ഇന്നും കൂടി ചേർത്ത് ഏകദേശം 8.82% ഹെവി സെൽ ഓഫ് ആണ് നമുക്ക് സ്റ്റോക്കിൽ നിലവിൽ കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ലെവൽ 269 272 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് നമുക്ക് വീണ്ടും ആ ഒരു സെൽ ഓഫ് എക്സ്പെക്ട് ചെയ്യാം. അത് ഭയങ്കര ഒരു അഗ്രസീവ് സെൽ ഓഫിലേക്ക് BEL നയിക്കാം. 269 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഒരു അഗ്രസീവ് സെൽ ഓഫ്. സോ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇനിയും ഏകദേശം ഒരു 8.5 to 9% ഫോൾ നമുക്ക് BEL വീണ്ടും എക്സ്പെക്ട് ചെയ്യാം 269 എന്ന് പറഞ്ഞ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. യെസ്, അതിനോടൊപ്പം തന്നെ ഡിക്സനെ സംബന്ധിച്ചിട്ടുള്ളൊരു ടെക്നിക്കൽ സൈഡ് കൂടി ചോദിക്കുകയാണ്. കാരണം ഡിക്സനെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, PLI സ്കീമൊക്കെ വരുന്നു. അതിനോടൊപ്പം ഇപ്പോൾ ഈ പറഞ്ഞ താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് വരുന്ന ഒരു സെക്ടറാണ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ആ ഒരു സെക്ടറിലെ മേജർ പ്ലെയറുമാണ് ഡിക്സനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ 1.13% ഒരു മുന്നേറ്റം നടത്താനായിട്ട് ഡിക്സൺ ഓഹരികൾക്ക് സാധിക്കുന്നു. ഡിക്സണിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എന്താണ്? അല്ല, ഡിക്സൺ ടെക്നോളജീസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 33% ഒരു ഫോൾ, അല്ലെങ്കിൽ ആ ഒരു താഴെയാണ് നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 12,000 രൂപ, ഏകദേശം 13,077 എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ് നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒരു സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലാസ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് തൊട്ട് ഏകദേശം ഒരു ഡിസംബർ വരെ, ലാസ്റ്റ് ജനുവരി ടു ഡിസംബർ വളരെ ഒരു ക്ലീൻ ട്രെൻഡാണ് നമുക്ക് ഡിക്സൺ ടെക്നോളജി കാണാൻ സാധിച്ചത്. വളരെ ക്ലീൻ, അതായത് നല്ല ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് വളരെ നല്ലൊരു ക്ലീൻ ട്രെൻഡാണ് ഡിക്സൺ ടെക്നോളജിയിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു ജനുവരി ടിൽ യെസ്റ്റർഡേ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു ക്ലീൻ സ്ട്രക്ചറിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു കറക്ഷൻ ഫേസിലാണ് നിലവിൽ നമുക്ക് ഡിക്സനെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് നിലവിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൺ ഓഫ് ദ മേജർ സപ്പോർട്ട് ലെവലിൽ തന്നെയാണ് നിലവിൽ ഡിക്സണിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ആ ഒരു റേഞ്ചും കൂടി പരിശോധിക്കുകയാണെങ്കിൽ എബവ് 50%, ഒരു ലോങ് ടേം ട്രെൻഡിൽ എബവ് 50% പ്രോഫിറ്റ് ബുക്കിംഗ് ഡിക്സൺ ടെക്നോളജി വന്നിട്ടില്ല, വിച്ച് ഈസ് എ ഗുഡ് സൈൻ ആക്ച്വലി. ആൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്യുന്ന ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ 12,835 13,048 ഈ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ വളരെ ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ആൻഡ് ആ ഒരു സപ്പോർട്ട് ലെവലിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് വളരെ നല്ല വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഹെവി വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. അതായത് ജനുവരി തൊട്ട് ഏകദേശം മാർച്ച് വരെ എടുത്തു. അതായത് ജനുവരി തൊട്ട് മാർച്ച് വരെ 10% ഫോളോ ചെയ്യാൻ ജനുവരി തൊട്ട് മാർച്ച് വരെ എടുത്തു. അതായത് സെല്ലേഴ്സ് അവിടെ വീക്കായി വരികയാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അറൗണ്ട് അറൗണ്ട് ഒരു 11th മാർച്ച് തൊട്ട് ഏകദേശം 24th മാർച്ച് വരെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ്. ആ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഐ തിങ്ക് അറൗണ്ട് ഒരു 10-15 days കൊണ്ട് നടന്നു. 12% മൂവ്മെൻറ്റ് ഇൻ 10-15 days. സോ നമ്മൾ ആ ഒരു ബെയറിഷ് മൂവും ബുള്ളിഷ് മൂവും കമ്പയർ ചെയ്യുമ്പോൾ സെല്ലേഴ്സ് അവിടെ വീക്കായിട്ടും വരുന്നുണ്ട്. ആൻഡ് അതുപോലെ ബയേഴ്സ് നല്ല രീതിക്ക് നല്ലൊരു പവർ അവിടെ ഗെയിൻ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് ഡിക്സൺ ടെക്നോളജി കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്കൊരു ക്ലിയർ ട്രെൻഡ് ചേഞ്ച്, ഒരു വളരെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൈ പ്രോബബിൾ ട്രെൻഡ് ചേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 15,488 15,652 ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലാണ് നമുക്കൊരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വളരെ ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് ഡിക്സൺ ടെക്നോളജിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് താഴേക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുന്ന അറൗണ്ട് 12,000 ആണ്. സോ ഡൗൺ സൈഡിലേക്ക് ഞാൻ അധികം എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ ആ ഒരു വീക്ക്നെസ് കണ്ടുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റ് ഒരു നല്ലൊരു മൈനർ അപ്സൈഡ് മൂവ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണല്ലോ.
സൂരജ് സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ ഡിഫൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റ് സെക്ടേഴ്സിൽ ഏതൊക്കെയായിരിക്കും നമ്മൾ പ്രത്യേകിച്ചും ഒരു നിക്ഷേപക എന്ന നിലയിൽ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചിരിക്കേണ്ട സെക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? അനില, ബേസിക്കലി അവിടെ നിന്നുള്ള കമൻട്രി, മാർക്കറ്റ് കമൻട്രി നമുക്ക് US നിന്ന് കിട്ടുന്നതനുസരിച്ച് പല സ്പീച്ചുകളിലും നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഡിഫൻസ് അവർ പറഞ്ഞു വെക്കുന്നില്ല. കേട്ടോ, ഡിഫൻസ് പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഡിഫൻസ് സാധനങ്ങൾ നമ്മുടെ തലയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വയ്ക്കുക എന്നുള്ളത് USന്റെ സ്ഥിരമായിട്ടുള്ള പോളിസിയാണ്. അപ്പോൾ ഡിഫൻസ് അതിനകത്ത് ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്. പിന്നെ രണ്ടാമത് അവർ പറയുന്നത് ഫോറിൻ ലിക്വർ ആൻഡ് വൈൻസ്, അതായത് നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ബോർബൺ വിസ്കി, അതാണ് അവരുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ വൈൻസിന് നമ്മൾ ഫ്രാൻസ്, ഇറ്റലി എന്നൊക്കെ പറയും പോലെ ബോർബൺ വിസ്കിക്ക് അവിടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലിക്കർ കമ്പനീസിനെ എങ്ങനെയാണ് ഇന്ത്യയിൽ എഫക്ട് ചെയ്യുന്നത്? അതിൽ ബേസിക്കലി നമുക്ക് ഡിയാജിയോ, റാഡിക്കോ കൈത്താൻ, ഇതൊക്കെയാണ് മെയിൻ പ്ലെയേഴ്സ് ആയിട്ട് ഇന്ത്യയിൽ വരുന്നത്. അതിൻ്റെ ഒരു ടെക്നിക്കൽ ലെവലും സ്റ്റോക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം, ഫോറിൻ ലിക്വർ കമ്പനീസ്. അതുകൂടാതെ ആഗ്രി ആൻഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഇതാണ് ഏറ്റവും പോയിന്റ് ഓഫ് ഡിബേറ്റ് എന്ന് പറയുന്നത്. അതായത് അമേരിക്ക പറയുന്നത് വെച്ചാൽ ആഗ്രി പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് ഇന്ത്യ വാതിൽ തുറക്കണമെന്നാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു പൊളിറ്റിക്കൽ സബ്ജക്റ്റാണ്. അതായത് ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ കൊടുക്കുന്ന ഒരു പ്രൊപ്പോസൽ, അല്ലെങ്കിൽ ഇന്ത്യ സംസാരിച്ച് വെച്ചിരിക്കുന്നത് ആഗ്രി മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം, വേണ്ട രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു നെഗോസിയേഷൻ ആയിരിക്കാം. കാര്യം അത് ഒരിക്കലും ഒരു ഭരണകക്ഷിക്ക് ഇന്ത്യയിൽ ഇതേപോലെ ഒരു അഗ്രികൾച്ചർ സെക്ടർ US പോലെ അല്ലെങ്കിൽ വേറൊരു ഫോറിൻ രാജ്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഈ ആഗ്രി സെക്ടറിൽ പ്രത്യേകിച്ച് ഡയറി പ്രോഡക്ട്സ് ഒക്കെയാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കേട്ടോ, നമ്മുടെ ഇവിടെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ITC, UPL, ബ്രിട്ടാനിയ, പിന്നെ നെസ്ലെ, FMCG, ഇങ്ങനത്തെ ഒരു സെക്ടർ ആയിരിക്കും. കാര്യം ഒരുപാട് പ്രോഡക്ട്സ് അവിടെ നിന്ന് വരേണ്ടതായിട്ടുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നെ മീറ്റ് ആൻഡ് ഫിഷ് പ്രോഡക്ട്സ്, നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് സീ ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യണമെന്നുള്ള, അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന കമ്പനികൾ ഏതൊക്കെയാണ് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അവന്തി ഫുഡ്സ്, ആപെക്സ് ഫ്രോസൺ ഫുഡ്, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഓട്ടോമൊബൈൽ കമ്പോണൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓട്ടോമൊബൈലിനേക്കാളും ഓട്ടോമൊബൈൽ കമ്പോണൻസ് ആണ്. അപ്പോൾ അതിനകത്ത് സംവർദ്ധന മദർസൺ, സോണ BLW, ഐഷർ മോട്ടോഴ്സ്, ഭാരത് ഫോർജ്, ഇതൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്റ്റോക്സ്. എത്ര സ്റ്റോക്സ് നമുക്ക് ആനന്ദിൻ്റെ അടുത്ത് ടൈമിനുള്ളിൽ ചോദിക്കാൻ പറ്റുന്നറിയില്ല, എങ്കിലും സെക്ടേഴ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫാർമ, നമ്മൾ ഒരുപാട് ജനറിക് അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സിപ്ല, അല്ലെങ്കിൽ ഡിവീസ് ലാബ്, സൺ ഫാർമ, ലൂപ്പിൻ, ഡോക്ടർ റെഡ്ഡി, ഇതൊക്കെ എങ്ങനെയാണ് പെരുമാറണമെന്നും കൂടി നമുക്ക് നോക്കണം. പിന്നെ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ്സ്, KPR മിൽസ്, ഇൻഡോ കൗണ്ട്, വെൽസ്പൺ. കാര്യം വെൽസ്പണ്ണൊക്കെ ഒരുപാട് എനിക്കൊരു ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചതെന്ന് വെച്ചാൽ ഈ വാൾ സ്ട്രീറ്റിലെ ഈ വൈറ്റ് ഹൗസിലെ ബെഡ് ലിനൻ പോലും ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സെക്ടേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, ആനിലയുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഫോറിൻ ലിക്കറിൽ യുണൈറ്റഡ് സ്പിരിറ്റ്സ്, റാഡിക്കോ കൈത്താൻ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് നോക്കി തന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ആനന്ദിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആനന്ദ്, യുണൈറ്റഡ് സ്പിരിറ്റ്സിലുള്ള ആനന്ദിൻ്റെ ഒരു ടേക്ക് എന്താണ് ടെക്നിക്കൽ സൈഡിൽ പറയുകയാണെങ്കിൽ? അല്ല, യുണൈറ്റഡ് സ്പിരിറ്റ്സ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു ഓൾ ടൈം ഹൈ ലെവലിൽ നിന്ന് ഐ തിങ്ക് അറൌണ്ട് 16.5% ഒരു ഡൗൺ സൈഡിലാണ് നിലവിൽ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒരു മേജർ സപ്പോർട്ട് സോണിൽ നിന്നാണ് ആ ഒരു റിവേഴ്സൽ നടന്നിരിക്കുന്നത്. മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 1234 to 1269, ആ ഒരു മേജർ സപ്പോർട്ട് ലെവലിൽ നിന്നാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സിൽ ആ ഒരു റിവേഴ്സൽ നടന്നിരിക്കുന്നത്. സോ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഓവറോൾ അണ്ടർടോൺ എന്ന് പറയുന്നത് പ്യൂർലി ബുള്ളിഷ് തന്നെയാണ്. വളരെ ക്ലീൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സ് അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തിയേക്കുന്നത്. ആൻഡ് നമ്മൾ ഒരു ലോവർ ടൈം, ലൈക്ക് ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് അവിടെ നടന്നിട്ടുണ്ട്. അതായത് ഹയർ ടൈം ഫ്രെയിമിലും ലോവർ ടൈം ഫ്രെയിമിലും രണ്ടെണ്ണത്തിലും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നെയാണ് നടന്നേക്കുന്നത്. അതായത് നിലവിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് സ്ട്രക്ചർ തന്നെയാണ്, അത് സ്റ്റിൽ മെയിൻറ്റെയിൻഡ് ആണത്. ബട്ട് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു 1 month അല്ലെങ്കിൽ 2 month ബാക്ക് നമുക്കൊരു ബെയറിഷ് അണ്ടർടോൺ കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ആ ഒരു സ്ട്രക്ചറും നിലവിൽ യുണൈറ്റഡ് സ്പിരിറ്റ്സിൽ അത് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു വോളറ്റാലിറ്റി എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു വളരെ അഗ്രസീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അഗ്രസീവായിട്ട് ബുള്ളി സൈഡിലേക്കും അഗ്രസീവായിട്ട് ബെയറിഷ് സൈഡിലേക്കും മൂവ് ചെയ്യുന്നൊരു സ്റ്റോക്കും കൂടിയാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് നിലവിൽ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ലെവൽ എന്ന് പറയുന്നത് 1419 rupees ഒരു മേജർ സപ്പോർട്ടായിട്ട് ലെവൽ. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 1385 1390 എന്ന് പറയുന്ന ഒരു ലെവലാണ്. ആൻഡ് അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് 1508 ആൻഡ്
ഒരു റേഞ്ച് ആണ് 508 and 1497. ആ ഒരു ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 12 റുപ്പീസിൻ്റെ ആ ഒരു റേഞ്ച് ആണ് ഒരു അപ്സൈഡിലേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് നല്ല. യെസ്, അതിനോടൊപ്പം തന്നെ റാഡിക്കോക്ക് എത്താനുള്ള ഒരു ടെക്നിക്കൽ സൈഡ് കൂടി ഷെയർ ചെയ്യാം. യെസ്, അല്ല റാഡിക്കോ നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ വളരെയധികം ബുള്ളിഷ് സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് റാഡിക്കോയിലും കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഒരു ലാസ്റ്റ് 3 വീക്സിൽ ഏകദേശം ഒരു 4 to 5 വീക്സിൽ റാഡിക്കോ ഏകദേശം 32% അപ്സൈഡ് മൂവ്മെൻറ്റ് റാഡിക്കോ തന്നിട്ടുണ്ട് നിലവിൽ. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ റാഡിക്കോ ബ്രേക്ക് ചെയ്തു. ബട്ട് സ്റ്റിൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല റാഡിക്കോയ്ക്ക്. ഒരു നല്ലൊരു ഡ്രാസ്റ്റിക് സെല്ലിംഗ് പ്രശ്നം നോക്കുകയാണെങ്കിൽ ഇന്നലെ നടന്ന ആ ഒരു സെൽ ഓഫ് തന്നെയാണ്. ഏകദേശം 4.19% ആ ഒരു സെൽ ഓഫ് കാരണം മാർക്കറ്റ് ഇന്ന് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൻ്റെ താഴെയാണ് നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 2380 to 2430, അത്യാവശ്യം ഒരു 20 points റേഞ്ച് ആണ് അത് കാണിക്കുന്നത്. സോ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. യെസ്, താങ്ക് യു സോ മച്ച് ആനന്ദ്. എന്നാൽ സർ, ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കും. തീർച്ചയായിട്ടും താരിഫ് പറഞ്ഞിട്ടും തീരാത്തൊരവസ്ഥയാണ്. അത്രയധികം സെക്ടേഴ്സും ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്, അതായത് ഒരുപാട് സെക്ടേഴ്സിനെ അതിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം പക്ഷേ സമയപരിമിതി മൂലമാണ് എല്ലാ സെക്ടേഴ്സും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുക. പക്ഷേ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലുമൊക്കെ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഏതായാലും താരിഫ് ഒരു റിയാലിറ്റി തന്നെയാണ്. അതിനെ എങ്ങനെയായിരിക്കും ഇന്ത്യൻ കമ്പനികളും ഇന്ത്യൻ സർക്കാരും ഓവർകം ചെയ്യുക, ഫേസ് ചെയ്യുക എന്നത് തന്നെയാണ് ഇനി മുന്നോട്ടേക്ക് എല്ലാവരും ഉറ്റുനോക്കുക. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒപ്പം തന്നെ മറ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഒക്കെ ആയിട്ട് വീണ്ടും നാളെ രാവിലെ 9:30 കാണാം. അതുവരെ നന്ദി, നമസ്കാരം.